ബന്ധങ്ങളെ നമ്മളൊരിക്കലും ബിസിനസ്സായിട്ട് കാണരുത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭനഷ്ട കണക്കുകളാണ്. എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ ലാഭം. എനിക്ക് ലാഭം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, നഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നഷ്ടങ്ങളെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതേപോലെ നമ്മൾ ബന്ധങ്ങളിൽ ലാഭനഷ്ടം അങ്ങോട്ട് കൊണ്ടുവന്നാലോ ബിസിനസ് കൊണ്ടുവന്നാലോ ഒരിക്കലും ശരിയല്ല. എൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ യൂസ് ചെയ്യുക. ബിസിനസ്സുകാർ കണ്ടില്ലേ, ചിലപ്പോൾ ഒരു എത്തിക്സേ ഉണ്ടാവില്ല അവർക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് അവരുടെ ലാഭം, അവരുടെ ബിസിനസ് വിജയിക്കണം. ബന്ധങ്ങളിൽ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നാലോ എൻ്റെ ലാഭം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ അത് കൊണ്ടുവന്നാൽ എങ്ങനെ ശരിയാവുക? ലാഭം മാത്രമാണോ നമ്മുടെ ജീവിതം? ലാഭം മാത്രമാണോ നമ്മുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനം? നഷ്ടങ്ങളും ഉണ്ടാവുമല്ലോ. ഒരിക്കലും ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ഒരു ബിസിനസ്സാക്കി മാറ്റരുത്. ലാഭനഷ്ടക്കണക്കിൻ്റെ അടിസ്ഥാനത്തിലാവരുത് നമ്മുടെ ബന്ധങ്ങൾ. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് ലാഭം എന്ന് ഒരിക്കലും ചോദിക്കരുത്. കാരണം ബന്ധങ്ങളിൽ നമുക്ക് ഇതിനൊക്കെ ഉപരിയായത് പലതും കിട്ടാനുണ്ട്. അതൊരിക്കലും ഈ ലാഭനഷ്ടക്കണക്കിൽ വരുന്നതേ അല്ല. അതിനും അപ്പുറത്തുള്ള ലാഭങ്ങളുണ്ടാവും. നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയാത്ത ലാഭങ്ങളുണ്ടാവും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ലാഭങ്ങളുണ്ടാവും. അപ്പോൾ ഒരിക്കലും ബന്ധങ്ങളെ ബിസിനസ്സാക്കരുത്. ബന്ധങ്ങൾ അത് വേറൊരു തലത്തിലുള്ളതാണ്. അതിൽ എനിക്കെന്ത് എന്നൊരിക്കലും ചോദിക്കരുത്, എൻ്റെ ലാഭം എന്ത് എന്നൊരിക്കലും ചോദിക്കരുത്. ബന്ധങ്ങളിൽ ഒരിക്കലും പറയരുത് ഇതിലെനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. അതല്ല നമ്മുടെ ജീവിതം. അതിനൊക്കെ അപ്പുറത്ത് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബന്ധത്തിലുണ്ട്. അതാണ് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം.